മൊത്തത്തിൽ തമിഴ് സിനിമയ്ക്ക് ഒരു പാറ്റേൺ, ഗൗതം വാസുദേവ് മേനോൻ ഫിലിംസിന് മറ്റൊരു പാറ്റേൺ. അതിപ്പോ ഒരു ഹെവി മാസ് ഫോളോയിങ് ഉള്ള ഒരു ആക്ടറിനെ വെച്ച് ചെയ്യുന്ന സിനിമയാണെങ്കിലും അങ്ങനെ തന്നെ വരും. പറഞ്ഞു വരുന്നത് 2015 പുറത്തിറങ്ങിയ അജിത് നായകനായ എന്നെ അറിന്താൽ എന്ന സിനിമയെ പറ്റിയാണ്. ഈ പടത്തിന് മുന്നിലും പിന്നിലുമായി അജിത് ചെയ്ത മറ്റു സിനിമകൾ നോക്കുകയാണെങ്കിലും ഇനി തല എന്ന ഇരട്ടപ്പേരിൽ ഒരു മാസ് ഹീറോയായി പുള്ളി അവരോധിക്കപ്പെട്ടതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ മൊത്തം ഫിലിമോഗ്രഫി എടുത്തു നോക്കിയാലും ഇതൊരു വ്യത്യസ്ത സിനിമ തന്നെയായിരുന്നു. കാര്യം ഇതിൽ മാസ് ഉണ്ട്, ആക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒരു പ്രോപ്പർ GVM സ്റ്റൈലിൽ മാത്രം. എത്രയോ വർഷങ്ങളായി മാസ് സിനിമകൾ മാത്രം ചെയ്ത് ആ ഒരു ലേബലിൽ സൂപ്പർ താരങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്നേ പേരെ തമിഴിലുള്ളൂ: രജനീകാന്ത്, വിജയ് ആൻഡ് അജിത്. ആ ട്രയോയിൽ ഒരാളോടൊത്ത് GVM ചെയ്ത ഒരേ ഒരു സിനിമ എന്ന പ്രത്യേകതയും ഈ പടത്തിനുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിജയും ഒത്ത് യോഹാൻ എന്നു പേരുള്ള ഒരു സിനിമ വരും എന്ന റൂമർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പിന്നെ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരാൾ അതിലെ വില്ലൻ വിക്ടറിനെ പറ്റിയാണ്. അങ്ങനെ ഒരു അഭിനേതാവിനെ അതിനു മുൻപ് ഞാൻ കണ്ട തമിഴ് സിനിമകളിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും അതായത് ആളൊരു പുതുമുഖമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന തമിഴ് സിനിമ മീം പേജുകളിൽ കോമൺ ആയി ഓടിക്കൊണ്ടിരുന്ന ഒരു മീം ഉണ്ടായിരുന്നു: നിങ്ങൾക്ക് ലൈഫ് ഒരു സെക്കൻഡ് ചാൻസ് തരികയാണെങ്കിൽ അത് നിങ്ങൾ വിക്ടറിനെ പോലെ ഉപയോഗിക്കണമെന്ന്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് വിക്ടർ എന്ന കഥാപാത്രത്തെ കുറിച്ച് മാത്രമായിരുന്നില്ല, മറിച്ച് അരുൺ വിജയ് എന്ന ആക്ടറിനെ കുറിച്ച് കൂടിയാണെന്ന്. അതായത് പുള്ളി തമിഴിലെ ഫേമസ് ആക്ടർ വിജയ് കുമാറിന്റെ മകനാണെന്നും ആള് 1995 അരങ്ങേറിയതാണെന്നും എന്നാൽ പതിയെ തമിഴ് സിനിമയിൽ തന്റെ പ്രസൻസ് തന്നെ നഷ്ടപ്പെടുകയും അങ്ങനെ 2015 ഈ പടത്തിലെ വില്ലനായി ഒരു 1.5 കംബാക്ക് നടത്തുകയും ചെയ്ത കഥ. എനിവേസ്, ഫാമിലി എലമെന്റ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രോങ് വില്ലന്റെ പ്രസൻസ് ഉള്ള ഒരു നൈസ് പോലീസ് സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായും കണ്ടു നോക്കാം.